ഹലോ ഗേയ്സ്, അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്ന് വന്നിരിക്കുന്നത് ഒറിഗാമി മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. സിമ്പിളാണ്. നമ്മൾ സിമ്പിളായിട്ടുള്ള 3 ഒറിഗാമീസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷാണ്. അപ്പോൾ ഫിഷിന് വേണ്ടിയിട്ട് നമ്മളൊരു കറക്റ്റ് സ്ക്വയർ ഷേപ്പ് എടുക്കുക. എന്നിട്ട് അതൊരു ഇൻറ്റു മാർക്കിൽ മടക്കിയെടുക്കുക. കറക്റ്റ് ഇൻറ്റു മാർക്കിൽ മടക്കിയെടുക്കുക. മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റായിട്ട് മടക്കുകയും നല്ല കട്ടിക്ക് തന്നെ മടക്കുകയും ചെയ്യുക. ഇത് രണ്ടും മടക്കി കഴിഞ്ഞ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്, അതായത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടുവേ ഒരു വര മടക്കുക. നടുവേ ഒന്ന് മടക്കുക. എന്നിട്ട് ഇത് രണ്ടും യോജിപ്പിച്ച് ഇപ്പം കാണുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുക. മീനിൻ്റെ തലഭാഗമായിട്ടുണ്ട്. ഇനി മീനിൻ്റെ വാലാക്കാൻ വേണ്ടി മറു സൈഡ് മടക്കി കൊടുക്കാം. മറു സൈഡ് കറക്റ്റ് അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കാം. ഇപ്പം കറക്റ്റ് ഒരു മീനിൻ്റെ രീതി എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് കണ്ണ് വരച്ചു കൊടുക്കാം. ഒറിഗാമി ആയതുകൊണ്ട് ഒത്തിരി മോഡലൊന്നും ആക്കാൻ പോകുന്നില്ല, കണ്ണ് മാത്രമേ വരച്ചുള്ളൂ. അത്രേ ഉള്ളൂ. ഫസ്റ്റ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഒറിഗാമി മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൗസാണ്. അത് മിക്കവരും ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. കാരണം 1ാം ക്ലാസ്സിലൊക്കെ നമുക്ക് ഹൗസ് മേക്കിങ്ങിനൊക്കെ എല്ലാവരും ഈ ഒരു മെത്തേഡാണ് ചെയ്യാറ്. ജസ്റ്റ് നടുവേ ഒന്ന് മടക്കി കൊടുക്കാം. ആ നടുവേ മടക്കിയതിൻ്റെ ഒരു സൈഡിൽ നടുവേ മടക്കി കൊടുക്കാം. ഇങ്ങനെ 2 സൈഡിലും മടക്കി കൊടുക്കാം. തുല്യമായിട്ട് മടക്കി കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് പറ്റിയതുപോലെ പ്രശ്നം സംഭവിക്കും. എന്നിട്ട് നമുക്ക് ആ ഒരു മേൽക്കൂരയ്ക്ക് വേണ്ടി ഒന്ന് മടക്കി കൊടുക്കാം. ഈ മേൽക്കൂരയ്ക്ക് മടക്കി കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് തെറ്റിപ്പോയി. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു മടക്കിയ ഭാഗത്തു നിന്ന് ബാക്കി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ഞാൻ പറയാം. ഈ മടക്കി കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം ചെയ്താൽ മതി. ഇതാണ് നമുക്ക് പറ്റിയ പ്രശ്നം. നമ്മൾ കറക്റ്റ് സ്ക്വയർ അല്ലാന്ന് തോന്നുന്നു. നമുക്ക് മേൽക്കൂര വരച്ചപ്പോഴത്തേനും കറക്റ്റ് ആയില്ല. അതുപോലെ തന്നെ മറ്റേ സൈഡും ചെയ്ത് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ആ ഒരു വര കാണാതിരിക്കാൻ വേണ്ടി മേളിലേക്ക് മടക്കി കൊടുക്കലാണ്. അപ്പോൾ നമ്മുടെ വീട് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി നമ്മൾ മൂന്നാമതൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അതേ സ്ക്വയറിൻ്റെ ഹാഫാണ്. അപ്പോൾ അതേ സ്ക്വയറിൻ്റെ ഹാഫ് വെച്ചിട്ടാണ് നമ്മൾ മൂന്നാമത്തെ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തവളയാണ്. തവള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റു മാർക്കിൽ ഒന്ന് മടക്കി കൊടുക്കാം. പിന്നെ ഒരു നടുക്ക് മടക്കിയാലും കുഴപ്പമൊന്നുമില്ല, നേരത്തെ പോലെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മറ്റേ സൈഡും മടക്കി കൊടുക്കാം. എന്തോ വലിപ്പം കുറവായിരുന്നെന്ന് തോന്നുന്നു ഇച്ചിരി. അതുകൊണ്ട് ചെയ്തപ്പോൾ കുറച്ച് ഇതായിട്ടുണ്ടായിരുന്നു. 2 സൈഡും ഒരേപോലെ മടക്കി കൊടുക്കാം. നമ്മൾ 2 സൈഡും ഒരേപോലെ മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ തവളയുടെ കാലാണ് ആ ഒരു പുറകു ഭാഗത്തുണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി നമ്മൾ ആ ഒരു സൈഡിലെ പീസ് എടുത്ത് ഈ കാണുന്നത് പോലെ മടക്കി കൊടുക്കാം. നാല് കാലുകളും ഉണ്ടാക്കേണ്ടത് കൊണ്ട് തന്നെ 4 പീസിലും അതുപോലെ തന്നെ ചെയ്യണം. നമ്മൾ 4 കാലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തവളയുടെ മേൽഭാഗം ഉണ്ടാക്കണം.
അതിനു വേണ്ടി നമ്മൾ തിരിച്ചു വെച്ച് 2 കാലുകളുടെ പുറകിലായി ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. അതുപോലെ സൈഡും മടക്കി കൊടുക്കാം. ഇത്രേ ഉള്ളൂ, ഒരു സിമ്പിൾ തവള നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ തവളക്കുട്ടൻ ചാടിപ്പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് മടക്കി വെച്ചാൽ കുറച്ചും കൂടെ സ്പ്രിങ് പോലെ ആവുമെന്ന്. അതുകൊണ്ടൊന്ന് മടക്കിയും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ തവളക്കുട്ടൻ ചാടിക്കണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ തവളക്കുട്ടനെ ചാടിക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ 3 ഓർഗാമിസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഹൗസ് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും ചെയ്തു നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.